ഹായ് കൂട്ടുകാരെ, കുറച്ച് മത്തങ്ങ കറി വെക്കാമെന്ന് വിചാരിച്ച് മത്തങ്ങ ദാക്ഷിണ്യമില്ലാതെ വെട്ടി കുക്കറിനകത്തിട്ടു. മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പിട്ടു. എന്നിട്ട് ഗ്യാസിൽ വെച്ചു 2-3 വിസിൽ അടിക്കാൻ വെച്ചിട്ട് ഇനി നമുക്ക് അതിന് കറിക്ക് അരയ്ക്കാനായിട്ട് തേങ്ങ, കാന്താരിമുളക്, വെളുത്തുള്ളിയും ജീരകവും കുറച്ച് ചുമന്നുള്ളിയും കൂടെ അരച്ച് മിക്സിയിലിട്ട് അരച്ച് മാറ്റി വെച്ച് കുക്കറിനകത്ത് 3 ശൂശുവായിട്ട് തേങ്ങ വറക്കാനെടുത്ത് അത് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയപ്പം ചുമന്നുള്ളി ഇട്ട് കുറച്ച് കളർ വ്യത്യാസം വരുമ്പം നമുക്ക് തേങ്ങ ഇട്ട് വറുത്തെടുക്കണം. നമുക്ക് തേങ്ങയാണ് അത്രയും നല്ലത്. വളരെ ചെറിയ തീയിലിട്ട് നമുക്ക് ഇത് മൂപ്പിച്ചെടുത്തിട്ട് തേങ്ങയിടാം. ഒന്ന് കളർ മാറുമ്പോൾ തേങ്ങയിടാം. തേങ്ങയും കരിയാപ്പിലയും ഇട്ട് നല്ലോണം വറുത്തെടുക്കുക. ഒരുപാട് മൂക്കണ്ട, എന്നാലും ഒരു ബ്രൗൺ കളറാകുന്നത് വരെ മൂപ്പിച്ചെടുക്കേണ്ടതാണ്. ചെറിയ തീയിൽ മാത്രമേ ചെയ്യാവൂ, പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇതിനിടയ്ക്ക് വെന്തോ നോക്കാം. ഇതിപ്പം വെന്തിട്ടുണ്ട്. ഞാനൊരു കായ കൂടെ അതിനകത്തിട്ടായിരുന്നു. കായും മത്തങ്ങയിട്ടാണ് വേവിക്കാൻ വെച്ചത്. ഇനി ഇതിനകത്ത് നമ്മൾ മൂത്ത് വന്നപ്പോൾ ഇനി ശകലം മുളക് പൊടി ഇടാം. ഇനി അത് നിർത്തിയിടാം. ഓക്കെ, ഇനി നമുക്ക് മത്തങ്ങ ഒന്ന് ഉടച്ചിട്ട് എന്നിട്ട് മത്തങ്ങയുടെ കൂടെ പയറും ഇടാം. മത്തങ്ങയും വൻപയറും കൂടെ ഇട്ട് കറി വെക്കാം. ഞാൻ അരച്ചത് നമ്മളതിനകത്ത് ചൂടാക്കിയാൽ മതി, തിളപ്പിക്കണ്ട. ഇനി നമുക്ക് അതൊന്ന് ചൂടായതിന് ശേഷം വറുത്ത തേങ്ങ ഇതിനകത്തിട്ട് നല്ലോണം ഇളക്കണം. ഉപ്പ് പാകത്തിനുണ്ടോ നോക്കിയിട്ട് ഉപ്പിടേണ്ടതാണ്. നമ്മുടെ മത്തങ്ങ കറി അങ്ങനെ റെഡിയായിരിക്കുകയാണ്. ചോറിൻ്റെ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക.